Hallelujah, praise God. I greet you all in the precious name of our Lord and Savior Jesus Christ. Hallelujah. ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ നേരിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തന്നു. ഹാലലുയ്യ, സ്തോത്രം സ്തോത്രം. ഒരുപാട് ദൈവ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിച്ച സഹോദരി സഹോദരന്മാരുടെ വാർത്തകൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് വേറൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മെസ്സേജിനെതിരായിട്ട് ഒരാൾ എന്തെല്ലാമോ ബാഡായിട്ട് എഴുതി കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. വർക്കിംഗ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞപ്പോഴാണ് അവരെന്തോ മീനിങ് തിരിയാഞ്ഞിട്ടായിരിക്കും എന്തോ എഴുതി. എന്നാൽ ഇന്ന് വേറൊരു മെസ്സേജിന് ഹാലലുയ്യ എഴുതിയിരിക്കുന്ന അതേ ആൾ തന്നെ. ഹാലലുയ്യ, പ്രൈസ് ഗോഡ്. ഹാലലുയ്യ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം മനുഷ്യന് രൂപാന്തരം കൊടുക്കുന്ന ദൈവമാണ്. വചനത്തിന് മാറ്റമില്ല, എന്നാൽ ആ വചനം മനുഷ്യനെ മാറ്റുന്ന വചനമാണ്. ഹാലലുയ്യ. 2 Corinthians 1st chapter 20 വാക്യത്തിൽ നമുക്ക് കാണാം, ഫോർ ഓൾ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഇൻ ഹിം ആർ യെസ് ആൻഡ് ഇൻ ഹിം ആമേൻ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് ത്രൂ അസ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രോമിസസും, എല്ലാ വാഗ്ദാനങ്ങളും ഉവ്വ് എന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രോമിസസ്, ഹല്ലേലൂയ, അബ്രഹാമിന് കൊടുത്ത പ്രോമിസസ് മുതൽ ക്രിസ്തു യേശുവിൽ കൂടി എനിക്ക് നിങ്ങൾക്ക് ഉള്ളതാണ്. എന്നാൽ ക്രിസ്തു യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച നമുക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചതാണ്. എന്നാൽ പ്രിയ മക്കളും ഉണ്ട്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, പ്രിയ മക്കളാകുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്ത എല്ലാ പ്രോമിസസും യെസ് ആൻഡ് ആമേൻ ടു അസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രോമിസിൽ ഒന്നല്ല 1000 പ്രോമിസുകളിൽ നമുക്ക് യെസ് ആൻഡ് ആമേൻ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ നിങ്ങൾ വചനം വെച്ചിട്ട് അതിനെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. വേർഡ് ഓഫ് ഗോഡിനെ പറ്റിയൊക്കെ പറയുവാൻ നമുക്ക് പറഞ്ഞാൽ തീരാത്ത പോലെയാണല്ലോ വചനം എന്ന് പറയുന്നത്. വചനം ക്രിസ്തു യേശുവാണ്. ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു. ആ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് സകല പങ്കപ്പാടുകളും അനുഭവിച്ച് നമ്മെ സ്വർഗരാജ്യത്തിൽ കയറ്റുവാൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ മക്കളും അവകാശികളും ക്രിസ്തു യേശുവിനോടുകൂടി കൂട്ടവകാശികളും ആകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാഥൻ കാൽവറിയിൽ യാഗമായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനാൽ എല്ലാ പ്രോമിസും, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആഹാരവും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സമ്പത്തും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രോഗസൗഖ്യവും ഇവിടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇതിലുണ്ട്. ഇതിനെ സെർച്ച് ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണെന്ന്. നിങ്ങളിത് വായിച്ച് ഭക്ഷിക്കുക. ഹല്ലേലൂയ. ഇതൊരു ആഹാരം പോലെ, ആഹാരമില്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് പറ്റും കുറേ ദിവസങ്ങളൊക്കെ. എന്നാൽ ഈ വചനമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഈ വചനം നമ്മെ വഴികാട്ടുന്ന വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമെന്ന് ഹീബ്രൂസ് 4-ാം അധ്യായത്തിൽ പറയുന്നു. ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്? അത് പ്രാണനെയും സന്ധി മജ്ജകളെയും, ഹല്ലേലൂയ, സ്തോത്ര, ആത്മാവിനെയൊക്കെ തുളച്ചു കയറുന്നത്, വേർപിടിവയ്ക്കും വരെ തുളച്ചു കയറുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, ഭാവങ്ങൾ എല്ലാം ആരാഞ്ഞറിയുന്ന, എന്നെ ശോധന ചെയ്യുന്ന വചനം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഏത് രാജ്യത്തുണ്ട്, ഏത് മിഷനുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് എന്താ ചിന്തിക്കുന്നതെന്ന് അറിയുവാൻ, എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള കഴിവുള്ള ഏത് ടെക്നോളജി ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എനിക്കൊന്ന് പറയുവാൻ പറ്റും, എനിക്കൊന്നറിയാം, നമ്മുടെ ദൈവത്തിന്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രൂശിതനായി, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി സകല പങ്കപ്പാടുകളും അനുഭവിച്ച്, ഹല്ലേലൂയ, എന്നെ സ്വർഗരാജ്യത്തിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് എല്ലാ വേദനകളും, എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത കാൽവറിയിലെ നാഥന് കഴിയും. ഹല്ലേലൂയ. ഇന്ന് ഒരു ടെക്നോളജിക്കും കഴിയാൻ പറ്റാത്തത്, സാധിക്കാത്തത് നമ്മുടെ നാഥന്, നമ്മുടെ കർത്താവിന് തീർച്ചയായിട്ടും സാധിക്കും. ഹല്ലേലൂയ. അതാണ് വചനം. വചനം ജഡമായി ക്രിസ്തു യേശു ഭൂമിയിൽ വന്നു. ആ വചനത്തിന് നിന്റെ ഭാവത്തെ അറിയാം, നിന്റെ വേദനയെ അറിയാം,
നീ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളെ അറിയാം. ഹാലലുയ. എണ്ണി 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 നീ മറ്റൊരുവനോട് പറയുന്നതിന് മുമ്പേ ദൈവം അത് അറിഞ്ഞിരിക്കുന്നു. ഹാലലുയ. നീ ആ പ്രശ്നം നീ അനുഭവിക്കുന്നതിന് മുമ്പേ ദൈവം അത് അറിഞ്ഞിരുന്നു. ഹാലലുയ. സ്തോത്രം. ഹാലലുയ. പ്രിയ ദൈവവേദിലേ, നിനക്ക് നീക്കുപോക്ക് തരും. ഹാലലുയ. നിനക്കൊരു പുതിയ വഴി കാണിച്ചു തരും. നിന്റെ ഭാരത്തെ അവൻ വഹിക്കും. ഹാലലുയ. അവനറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. നിന്റെ തലയിലെ ഒരു മുടി പോണമെങ്കിലുണ്ടല്ലോ, ഹാലലുയ, അതിനെ എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരാളുണ്ട്. ആ നാഥൻ അറിയാതെ ഒരു മുടി പോലും നിന്റെ തലയിൽ നിന്നോ നിന്റെ ശരീരത്തിൽ നിന്നോ മാഞ്ഞു പോകത്തില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം. എത്രമാത്രം നമ്മെ സൂക്ഷിച്ചാണ് ദൈവം നമ്മെ ഓരോ ദിവസവും സൂക്ഷിച്ച് പോറ്റുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളോട് ഇന്ന് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഭാവങ്ങളെ അറിയുകയാണ്, നിങ്ങളുടെ രൂപങ്ങളെ അറിയുകയാണ്, നിങ്ങളെ ശോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ. പുറത്ത് ചിരി കാണും, എന്നാൽ അകത്ത് വേദനയാണ് അല്ലേ? ഹല്ലേലൂയ. അത് അവൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. നിന്നോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ വിഷമങ്ങൾ, നിന്റെ ഹൃദയത്തിലെ ആ ഭാരം തീർച്ചയായിട്ടും നാഥൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എല്ലാം ഈ വചനത്തിൽ കൂടി ഉണ്ടാക്കുക മാത്രമല്ല, വചനം അങ്ങനെ പറഞ്ഞു, അത് സംഭവിച്ചു. ഓഫ് കോഴ്സ്. ഹല്ലേലൂയ. അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പുറമായിട്ട് ഇന്ന് ലോകത്തിൽ ലാക്കായിട്ടുള്ളത് എന്താണെന്നറിയാമോ? നമുക്കെല്ലാം അറിയാമല്ലോ. നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാൻ, നമ്മളെ ഒന്ന് അറിയുവാൻ. ഹല്ലേലൂയ. കൂടെയുള്ള വീട്ടിൽ ഇരിക്കുന്ന ആൾക്ക് പോലും, നമ്മുടെ കൂടെ പഠിക്കുന്ന ആള്, കൂടെ ബെഞ്ചിലിരിക്കുന്ന ആള്, അല്ലെ കൂടെ ജോലി ചെയ്യുന്ന ആള്, കൂടെ ജീവിക്കുന്ന ആർക്കും, നിന്റെ ഹസ്ബൻഡിന് അറിയില്ല, നിന്റെ അമ്മയ്ക്കോ അപ്പനോ അറിയില്ല, നിന്റെ സഹോദരങ്ങൾക്ക് അറിയില്ല, നിന്റെ മക്കൾക്ക് അറിയത്തില്ലായിരിക്കും നീ എന്താണ് നിന്റെ വിഷമമെന്ന്, നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയത്തില്ല. നിനക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഓർത്ത് വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്നെ അറിയുന്ന ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ആ വചനം ജഡമായിട്ട് വന്ന ക്രിസ്തു യേശു. ഹല്ലേലൂയ. അത് നിന്നോട് സംസാരിക്കുകയാണ്. അത് നിന്നോട് സംസാരിക്കുക. എല്ലാം ഉണ്ടാക്കിയ ഒരു വചനമാണ്. ഒരു വാക്കുകൊണ്ട് ലോകത്തെ മൊത്തം ഉണ്ടാക്കിയ ഒരു വചനം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളെ അറിയുന്നു. ഹല്ലേലൂയ. നാഥൻ അറിയുന്നു. നിന്റെ ഹൃദയത്തിലെ പെടച്ചിലുകളോ വേദനകളോ ഭാരങ്ങളോ എല്ലാം അറിയുന്നു. നീ നാളെ എന്താണ് ചെയ്യേണ്ടത്, നാളത്തേക്ക് എനിക്ക് എന്താണ് ഒരു വഴി എന്ന് ചിന്തിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവൻ വഴിയും സത്യവും ജീവനുമാണ്. നിനക്കൊരു വഴി തീർച്ചയായിട്ടും കാണിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. പ്രിയ ദൈവത്തിലെ ദൈവസന്നിധിയിലിരുന്ന് ഈ വേദപുസ്തകം എടുത്ത് വായിച്ചു നോക്കുക. തക്ക സമയത്ത് എല്ലാം കൂടെ വായിക്കുവാനൊന്നും എനിക്ക് സമയമില്ലല്ലോ എന്നൊന്നും നീ പറയണ്ട കേട്ടോ. ഹല്ലേലൂയ. നിനക്ക് വേണ്ട ആഹാരം നിനക്ക് തരും. ഹല്ലേലൂയ, സ്തോത്രം. കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന, പക്ഷി മൃഗാദികൾക്ക് ആഹാരം കൊടുക്കുന്ന, അതുങ്ങളെ എല്ലാം സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന് നിന്നെ അറിയാതെ ഇരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കണ്ണുനീർ കാണുവാൻ കഴിവുള്ള ഓരോ ദൈവം. മറ്റുള്ളവർ കണ്ണുനീർ കണ്ടിട്ട് വെറുതെ അങ്ങ് പോകും. അവർ നമ്മളോട് കൺസേൺ ആണ്. അയ്യോ, അവൾക്ക് അങ്ങനെ വന്നല്ലോ, ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചിലരൊക്കെ വന്നെന്നിരിക്കും. എന്നാൽ അവരുടെ അടുത്തൊന്നും ഒരു പരിഹാരം കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ദൈവം വെറുതെ പറഞ്ഞിട്ട് പോകുന്നതല്ല, വാക്ക് പറഞ്ഞ് അവിടെ വേണ്ടത് ചെയ്തിട്ട് പോകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അനേക ആൾക്കാര് കർത്താവിന്റെ വചനം കാണുവാൻ കർത്താവിന്റെ അടുത്ത് വന്നു. അവർ വഴിയിൽ വീണു പോകാതെ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഫീഡ് ചെയ്ത ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. വെറുതെ ഒരു വെറും വാക്ക് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിട്ട് പോകുന്ന ദൈവമല്ല. കേട്ടിട്ട് നീ വെറുതെ ഇരുന്ന് അല്പനേരം ഒന്ന് സന്തോഷിക്കാമെന്ന് ചിന്തിക്കേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ഫോറെവർ ഫോറെവർ ഫോറെവർ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. വഴിയിൽ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല കേട്ടോ. പലർക്കും ഉടനീളം നമ്മളെ സൂക്ഷിക്കുവാനോ നമ്മളെ കരുതുവാനോ നമ്മളെ കെയർ ചെയ്യുവാനോ കഴിയാതെ പോകും. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഹല്ലേലൂയ, സ്തോത്രം. കാക്ക കുഞ്ഞുങ്ങളെ കരുതുന്ന ഒരു ദൈവം, വയലിലെ താമരകളെ പുഷ്പങ്ങളെ കരുതുന്ന ഒരു ദൈവം, അവരെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചമയ്ക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, നിന്നെ സ്നേഹിക്കുന്നു. യേശു സ്നേഹിക്കുന്നു. നിന്റെ കണ്ണിലെ കണ്ണുനീരിനെ തുടച്ചു കളയുവാൻ, ഹല്ലേലൂയ, ഒരു വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് തുടച്ചു കളയുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുക. നിന്റെ ജയം വരുന്നുണ്ട്. നിന്റെ നന്മ വരുന്നുണ്ട്. നിന്റെ നന്മയെ മുടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി സ്വർഗരാജ്യത്തിലേക്കുള്ള നന്മ. ഹല്ലേലൂയ, സ്തോത്രം. അത് അവകാശമാകുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, ലോകത്തിലെ നന്മകളും പുറകെ വരും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട്